വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ബാംഗ്ലൂർ വെച്ചൊരു വീഡിയോ എടുക്കുന്നത്. കാരണം മുമ്പത്തെ വീഡിയോ ഒക്കെ നാട്ടിലായിരുന്നല്ലോ. സോ ഇപ്പോൾ ഇത് നമ്മളിപ്പോൾ ഒരു ഇലക്ട്രോണിക് സിറ്റിയിലുള്ള സോഷ്യൽ എന്ന് പറഞ്ഞൊരു സൈറ്റിൽ വന്നേക്കാണ്. സോ ഇവിടെ നമ്മൾ വന്നേക്കുന്ന നീനാൻറ്റി പ്രിൻസങ്ങൾ പുപ്പുചാട്ടൻ ഒരു ഓണം വീഡിയോ അങ്ങനെ കുറച്ച് വീഡിയോകളൊക്കെ അവർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരായിട്ട് നമ്മൾ വന്നേക്കാണ്. സോ ഇത് ഓൾമോസ്റ്റ് ലൈക്ക് സോഷ്യൽ മീഡിയ തീമാണ്. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഞാൻ ജസ്റ്റ് ഇവിടെ സ്ഥലവും ഫുഡൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പം അത്ര തിരക്കൊന്നുമില്ല, പക്ഷെ നല്ല ആംബിയൻസ് ആണ്. സോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. പറഞ്ഞ് വീഡിയോ എടുക്കാൻ കുറച്ച് പാടുണ്ട്. കൂടുതലും ഞാൻ വോയിസ് ഓവർ ചെയ്യാനാണ് ശ്രമിക്കുക. ഞാൻ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞാൻ വോയിസ് കയറ്റാം. സോ എന്തായാലും ഞാൻ ഈ സ്ഥലം ഒന്ന് കാണിച്ചു തരാം. നമ്മൾ മുകളിലേക്ക് സ്റ്റെയർ കേസ് കയറിയിട്ടാണ് വരേണ്ടത്. അപ്പോൾ മുകളിൽ വരുമ്പോൾ തന്നെ കണ്ട നല്ല ഗ്രീനറി ആൻഡ് ബ്യൂട്ടിഫുൾ ഒരു സ്ഥലമാണ്. നമുക്ക് ഇനി അകത്ത് കയറി നോക്കാം. സോ അകത്ത് കയറുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു സോഷ്യൽ മീഡിയ തീമാണ്. അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് വന്ന് കഴിക്കുന്ന പോലെ നമുക്ക് തോന്നും. കാരണം ഒരു സ്ഥലത്ത് ഹാഷ് ടാഗുകൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഈ വാൾപേപ്പറിൽ ഒരു സോഷ്യൽ മീഡിയ തീം ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫുൾ സെറ്റപ്പ് വന്നേക്കുന്നത്. പിന്നെ ഇതാണ് ഇവരുടെ ബാർ ഏരിയ ആണത്. പിന്നെ ഇത് എന്ന് പറയുമ്പം നമ്മുടെ ഒരു ഔട്ട്ഡോർ സിറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു സ്മോക്കിംഗ് ഏരിയ. പിന്നെ ഇത് അവിടെ CEO റൂം എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഇരുന്നാണെങ്കിൽ ഒരു ഓഫീസിലത്തെ ഒരു CEO അല്ലെങ്കിൽ ഒരു ബോസിൻ്റെ റൂം എങ്ങനെയാണോ അങ്ങനെയാണ് ഈ ഒരു റൂമും. അപ്പോൾ അവിടെ ഇരുന്ന് നമുക്ക് കഴിക്കാനൊരു വേറൊരു ഫീലാണല്ലോ. പിന്നെ ഇതാണ് സ്മോക്കിംഗ് ഏരിയ ഞാൻ പറഞ്ഞത്. ഇത് ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ ഇരിക്കാൻ. കാരണം ഇവിടെ നമുക്ക് താഴേക്ക് ഇരിക്കാൻ പറ്റും. പക്ഷേ നമ്മളൊരു ഫാമിലി ആയിട്ട് വന്നുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി ആയിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കാത്തത്. കാരണം ഇപ്പോൾ വല്ല സ്മോക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാർ വന്നിവിടെ സ്മോക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഡിസ്റ്റർബൻസ് ആവുമല്ലോ. പിന്നെ ഇതൊരു പ്ലേ സ്റ്റേഷൻ സെറ്റപ്പുള്ളൊരു ഏരിയ ആണ്. ഓക്കെ, നമ്മളിപ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളൊക്കെ വരുവാണെങ്കിൽ ബോറടിച്ച് നമ്മൾ ചിലപ്പോൾ ഫുഡ് കഴിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കളിക്കാമെന്നുള്ളൂ. സോ പുപ്പുചേട്ടൻ അന്നംകുട്ടിയാണ് ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നത്. ഏതൊരു ഫോർട്ട്നൈറ്റ് പറഞ്ഞൊരു കളിയായിരുന്നു കളിച്ചിരുന്നത്. പിന്നെ അതിനുശേഷം ഒരു ആൽക്കഹോളിക് ഡ്രിങ്കാണ് വന്നത്. നമുക്കാർക്കും കുടിക്കാൻ പാടില്ല. പ്രിൻസങ്ങൾ അപ്പനെ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് ആക്ച്വലി ഒരു 500 ml ആണെന്ന് അവർ പറഞ്ഞു. പക്ഷെ കാണുമ്പോൾ വലുപ്പം തോന്നിക്കെങ്കിലും 500 ml ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. സോ അത് ഇങ്ങനെ ഒരു ജ്യൂസ് പോലെ നമുക്ക് തോന്നിക്ക് ഭയങ്കര വലുതായിട്ട് തോന്നിയോണ്ട് ഞാൻ കാണിച്ചാണ് കേട്ടോ. പിന്നെ ഇതാണ് നമ്മൾ കുടിച്ച ലെമൺ ജ്യൂസാണ്, ലെമൺ സോഡയാണ് നമ്മൾ കുടിച്ചത്. ആക്ച്വലി ലെമൺ സോഡ നമ്മളിപ്പോൾ ഇവിടെ കളിക്കുന്ന സ്ഥലത്തിരുന്നിട്ടായിരുന്നു കുടിച്ചത്. അവരാണെങ്കിൽ അവിടെ ഓരോന്നും മിണ്ടിയും പറഞ്ഞ് ഇരിക്കുമായിരുന്നു. നമ്മളാണെങ്കിൽ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ജ്യൂസൊക്കെ ആക്ച്വലി നല്ല ടേസ്റ്റി ആയിരുന്നു. പിന്നെ സ്റ്റാർട്ടേഴ്സിന് ഫസ്റ്റ് തന്നെ വന്ന് പെരി പെരി ഫ്രൈസ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം സോസേജ് ബാർബിക്യൂ സോസിലിട്ട് കുറച്ച് മാഷ് പൊട്ടാറ്റോ ആയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സോസേജ് മാഷ് പൊട്ടാറ്റോ ബാർബിക്യൂ സോസ് സാധനം കഴിക്കുന്നത് കേട്ടോ. സോ അതുകൊണ്ട് അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇവിടുത്തെ ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ അതെനിക്ക് മനസ്സിലായില്ല. കാരണം ഇങ്ങനെ ഓരോന്ന് എഴുതി വെച്ചേക്കുവാണ് കേട്ടോ അതിൽ. പ്രിൻ്റഡ് ടിഷ്യൂ പേപ്പർ പോലെ നല്ല രസമാണ് ഇങ്ങനെ ആ ഒരു ടിഷ്യൂ പേപ്പർ കണ്ടപ്പോൾ. അതുകൊണ്ട് ഞാൻ കാണിച്ചെന്നുള്ളൂ. പിന്നെ വന്നൊരു പ്ലാറ്ററാണ്, ഒരു കുഞ്ഞ പ്ലാറ്റർ. 4 സോസും 4 തരം ചിക്കനും. ചില ചിക്കൻ നല്ല സ്പൈസിയും ചില ചിക്കൻ സ്പൈസി അല്ലാത്തതുമാണ്. അപ്പോൾ നീനാൻറ്റി പറഞ്ഞ് നല്ല സ്പൈസിയാണ്. ആ ഒരു സ്പൈസി അത് പറഞ്ഞ ചിക്കനാണ് ഞാൻ എടുത്ത് കടിച്ചത്. ഫസ്റ്റ് അതൊരു സ്പൈസിനെസ് ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒന്നുകൊണ്ടും കഴിച്ചപ്പം ആ സോസും സ്പൈസ് അങ്ങോട്ട് അടിച്ച് നല്ല സ്പൈസി ആയിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. പിന്നെ അതിനുശേഷം ഞാൻ കഴിച്ചത് ഈ ഒരു ചിക്കൻ അത്ര സ്പൈസി ഒന്നല്ലായിരുന്നു. നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സ്പൈസ്, അല്ലെങ്കിൽ അത്ര സ്പൈസി ഇല്ല, ഒരു നോർമൽ ഫ്ലേവറായിരുന്നു. അപ്പം എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ക്രിക്കറ്റ് അവിടെ പ്രൊജക്ടറിൽ കാണിക്കുന്നത് ശ്രദ്ധിച്ച്. ക്രിക്കറ്റ് ആരും ശ്രദ്ധിച്ചിരുന്നില്ല, കാരണം എല്ലാവരും സംസാരിച്ച് ജോളിയായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ക്രിക്കറ്റ് ഇട്ടത് വേസ്റ്റായി. കാരണം ബാക്കിലും ഫ്രണ്ടിലുള്ള ടേബിളുകളും ആരും ഈ ക്രിക്കറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ ചുമ്മാ എന്നെ കാണിച്ചു എന്നുള്ളൂ. അതിനുശേഷം വന്ന് നാച്ചോസാണ്. ഇത് നാച്ചോസാണെന്ന് ആർക്കും മനസ്സിലാവില്ല. കാരണം ഇത് ചീസും ചിക്കനും ഓവർലോഡാണ്. അപ്പോൾ അത് പറയുമ്പോൾ ചീസ് നിങ്ങൾക്ക് കാണാമല്ലോ എന്തോരം ചീസ് അവരിട്ടേക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈക്ക് നാച്ചോസ് നമ്മൾ തപ്പിപ്പിടിച്ച് കണ്ടുവയ്ക്കേണ്ടി വന്നു. പക്ഷേ ആദ്യം അവർ ആ ഒരു ഫില്ലിങ് ഇട്ട് അതിന് ശേഷം ചീസും സാൽസയും ഫെറ്റ ചീസുമാണ് ഇട്ടത്. ഫസ്റ്റ് ഇട്ടപ്പോൾ എനിക്ക് ചീസ് മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നോക്കുമ്പോഴാണ് 2-3 നാച്ചോ കിട്ടിയത്. ആക്ച്വലി കുറേ നാച്ചോ ഉണ്ട്, പക്ഷേ അതിൻ്റെ മുകളിൽ കുറേ ചീസാണുള്ളത്. അപ്പം ആക്ച്വലി നാച്ചോസ് ഞാൻ തന്നെ കഴിക്കണതിൻ്റെ പകരം ഞാൻ ആ ഒരു ഫില്ലിങ് ഇതിലിങ്ങനെ വെച്ച് കടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. അല്ല ആ ഫില്ലിംഗ് ആയിട്ട് കഴിക്കാൻ നല്ല ചീസി. പിന്നെ അതിൽ ബീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബീൻസൊക്കെ ഞാൻ കഴിക്കുമായിരുന്നു. കാരണം ഈ ഒരു നാച്ചോസിൽ ഇങ്ങനെ ബീൻസും സോസും ചീസൊക്കെ ഒരുമിച്ച് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ അതിന് ശേഷം നമ്മൾ ചുമ്മിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സാലഡ് വന്നു. സാലഡിലത്തെ വാട്ടർമെലൻ മാത്രമേ ഞാൻ പറക്കി കഴിച്ചുള്ളൂ. അതിനൊരു ചാറ്റ് മസാല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഒരു മോമോസാണ് വന്നത്. മോമോസിൻ്റെ ആ ഒരു മിഡിലിൽ നിൽക്കുന്ന ആ ഒരു
നൂഡിൽസിൻ്റെ സാധനവും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ കുട്ടികളൊക്കെ ഓൾമോസ്റ്റ് കുറേ കഴിച്ചു. അപ്പോൾ അങ്കിൾമാർക്കും അനിയന്മാർക്കൊന്നും കിട്ടാത്തതുകൊണ്ട് അവരൊരു പാവ് ബജി മേടിച്ചിട്ട് പറഞ്ഞ് നമ്മളോട് തൊടരുത്. പക്ഷെ നമ്മളാണ് ആക്ച്വലി കുറേ അറ്റാക്ക് ചെയ്തത്. പിന്നെ അത് പുപ്പുചാട്ടൻ്റെ ജ്യൂസ് വേറെ പറഞ്ഞൊരു നമ്മുടെ കോക്കക്കോളയിൽ ലെമൺ ഉള്ളൊരു ജ്യൂസാണ് മേടിച്ചു. ഞാനാണെങ്കിൽ സ്പ്രൈറ്റിൽ ലെമൺ ഉള്ളതും. അതിനുശേഷം പിസയാണ് ഞങ്ങളുടെ ഫുഡ് വന്നത്. ഇതൊരു മഷ്റൂം പിസയാണ് കേട്ടോ. സോ ഞങ്ങൾ വിചാരിച്ചു മഷ്റൂം ഓർഡർ ചെയ്തുകൊണ്ട് ആ മഷ്റൂം വന്നിരുന്നു. പക്ഷേ ആക്ച്വലി നമ്മൾ ഓർഡർ ചെയ്തത് ചിക്കൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കഴിച്ച ശേഷമാണ് ഞങ്ങൾ കുട്ടികളാണല്ലോ കഴിച്ചത്. അപ്പോൾ പാരൻസ് ശ്രദ്ധിച്ചില്ല. അപ്പോൾ അതിന് ശേഷമാണ് അവർ മനസ്സിലാക്കിയത്. അപ്പോൾ അവർ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ചിക്കൻ പിസ തന്നു. അതിനുശേഷം ബട്ടർ ചിക്കൻ ആയിട്ടുള്ള ബിരിയാണി, സൂപ്പർ ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. അതിൻ്റെ ഒപ്പം കുറേ തരത്തിലുള്ള പപ്പടങ്ങൾ, അതെൻ്റെ അനിയത്തിയാണ് ആദ്യം തന്നെ പോയി അറ്റാക്ക് ചെയ്തത്. അതിൻ്റെ ഒപ്പം റൈത്തിയും ലൈക്ക് സാബുദാന പപ്പടം, സാധാരണ പപ്പടം, അങ്ങനെ കുറേ പപ്പടങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഈ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ആക്ച്വലി ഇത് നമ്മുടെ നീനാൻറ്റിയുടെ ബിരിയാണി ആയിരുന്നു. പക്ഷെ അത് ഫുൾ അഡൽട്ട്സും കുട്ടികളും കുറച്ച് കഴിച്ചു. അതിന് ശേഷം ഇതാണ് നമ്മുടെ ചിക്കൻ പിസ്സ വന്നു എന്ന് ഞാൻ പറഞ്ഞത്. സോ ചിക്കൻ പിസ്സയുടെ ശേഷം നമ്മൾ കഴിച്ചത് ലൈക്ക് ചിക്കൻ പിസ്സ ആക്ച്വലി നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ചിക്കൻ പിസ്സയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡെസേർട്ട് കഴിക്കാൻ തോന്നി. അപ്പോൾ ഡെസേർട്ട് നമ്മൾ അതിന് ശേഷം നമ്മളൊരു ഡെസേർട്ട് ഓർഡർ ചെയ്തു. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം നമ്മൾ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് കളിച്ചിരുന്നു. അതിന് ശേഷമാണ് നമ്മുടെ ഡെസേർട്ട് ഡെത്ത് ബൈ ചോക്ലേറ്റ് ആയിരുന്നു. അതിൽ ഐസ്ക്രീമും ഫഡ്ജും ബ്രൗണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാവരും അറ്റാക്ക് ചെയ്തുകൊണ്ട് അതങ്ങനെ കഴിഞ്ഞു. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. സോ ബൈ.